നിങ്ങൾ ഓൺലൈനിൽ പുസ്തകം വാങ്ങിക്കുന്ന ആളാണോ? എന്നാൽ ഈ റീൽ ഒന്ന് കണ്ടു നോക്കണേ. അതായത് എനിക്കിപ്പോൾ അടുത്ത് ഒരു ദുരനുഭവം ഉണ്ടായി. സംഭവം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഈ പുസ്തകത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എലനോർ ഒലിഫന്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പോൾ ഈ പുസ്തകം എനിക്ക് വായിക്കണം എന്ന് ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലിപ്കാർട്ട് എടുത്ത് ഓർഡർ ചെയ്തു. ഈ പുസ്തകം ഫ്ലിപ്കാർട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പറ്റിക്കപ്പെട്ടു എന്ന്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ചില ചാപ്റ്റേഴ്സിൻ്റെ ഇത്, അതുപോലെ ഇവിടെ നോക്കുക, ബാഡ് ഡേയ്സ് ആണ് ഈ സെക്ഷൻ്റെത്. പിന്നെ ഇതിൻ്റെ ബാക്കൊക്കെ എടുത്ത് നോക്കി, ഇതിൻ്റെ കവറൊക്കെ ഭയങ്കര ക്വാളിറ്റി കുറവാണ്. അതായത് പ്രിൻ്റൊക്കെ മഹാമോശമാണ് ഇതിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടിയ സമയത്ത് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കിത് വായിച്ചു തീർക്കായിരുന്നു ആദ്യം വേണ്ടിയിരുന്നത്. അപ്പം ഞാനത് വായിച്ചു തീർത്തു കിട്ടിയപ്പോൾ തന്നെ. അതായത് ഫ്രണ്ട് പേജ് തന്നെ കണ്ടില്ലേ, ആകെ ഒരു ചീപ്പ് പ്രിൻ്റാണ് ബേസിക്കലി. കിട്ടിയപ്പോൾ തന്നെ ഞാൻ വായിച്ചു തീർത്തു. എനിക്ക് മനസ്സിലായത് ഒറിജിനൽ അല്ല എന്നുള്ളത്. അതിനുശേഷം ഞാൻ ഫ്ലിപ്കാർട്ടിന് ഒരു കംപ്ലയിൻറ്റ് റൈസ് ചെയ്തു. കംപ്ലയിൻറ്റ് റൈസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പുസ്തകം തിരിച്ചു തന്നോളൂ, ഞങ്ങൾ റീഫണ്ട് ചെയ്യാം പൈസ. അതെനിക്ക് തോന്നിയില്ല ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ. എന്തായാലും ഞാൻ പുസ്തകം വായിച്ചല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നത് ബാക്കി സൈറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 100 രൂപ കുറവുണ്ടായിരുന്നു. 100 കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറ്റിക്കപ്പെട്ടു ബേസിക്കലി. പക്ഷേ എന്നാലും പുസ്തകത്തോടുള്ളൊരു സന്തോഷം കൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തില്ല. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുത്താൽ പൈസ റീഫണ്ട് വാങ്ങാം. ഞാനത് ചെയ്തില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെങ്കിൽ, വേറെ ആര് ചെയ്താലും ഫ്ലിപ്കാർട്ട് ഈ ചതി ചെയ്യരുതായിരുന്നു. നിങ്ങൾ എങ്ങനെ തുടങ്ങി നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോറായിട്ട് തുടങ്ങിയതാണ് ഫ്ലിപ്കാർട്ട്. ബുക്ക് ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. എന്നിട്ടാണ് അവർ ഇന്നത്തെ ഇ കോമേഴ്സ് ആയത്. ആമസോണിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ആമസോണിൽ ഞാൻ പലതവണ വാങ്ങിയിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടില്ല. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആമസോണിൽ അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ആമസോൺ ഓക്കെ, ഈവൻ ബെറ്റർ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഫിസിക്കലി ബുക്ക് സ്റ്റോറിൽ പോയി വാങ്ങുക. ഇതിപ്പോൾ DC ആണെങ്കിലോ, കറണ്ട് ബുക്സ് ആണെങ്കിലോ, ക്രോസ് വേർഡ് ആണെങ്കിലോ, എവിടെയാണെങ്കിലും നമുക്ക് പോയി പുസ്തകം തൊട്ടറിഞ്ഞ് വാങ്ങുന്നതാണ് നല്ലത്. എന്തായാലും ഫ്ലിപ്കാർട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എനിക്ക്. കാരണം അതിനുശേഷം 1-2 പേരോട് സംസാരിച്ചപ്പോൾ അവർ സിമിലർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ ആമസോണിൽ അവൈലബിൾ ആയിരിക്കും. അല്ലാതെ റിലയബിളായിട്ട് വാങ്ങാൻ പറ്റിയ വേറെ വല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.